വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഫേസ് കാണിക്കാത്തൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ഒരു സ്കിൻ കെയർ അല്ലെങ്കിൽ ഒരു ബോഡി കെയർ, ഹെയർ കെയർ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം, അതുപോലൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഇത് എല്ലാത്തിനും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി പറഞ്ഞു തരാനാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് ആളിലേക്ക് എത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ കരുതി എന്തായാലും ഒരു ലോങ് വീഡിയോ കൂടെ ചെയ്യാമെന്ന് കേട്ടോ. അപ്പോൾ നമുക്കിതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വേണ്ടത് കുറച്ച് നെല്ലിക്ക, കറിവേപ്പില, ഇഞ്ചിയാണ് കേട്ടോ. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് ഒരുപാട് ദിവസത്തിനേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്, ഇത്രയും ഒരു 6-7 നെല്ലിക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 2 അല്ലി കറിവേപ്പിലയുടെ അളവ് നിങ്ങൾക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ കൂട്ടാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കഴുകിയിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നമ്മൾ ഒരൊറ്റ ദിവസത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ, എന്നും കഴിക്കാനായിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഇനി നമുക്കത് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര തരിതരിയായിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് നമുക്കത് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഫുൾ ഒരു ജ്യൂസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഈ വാട്ടർ വന്നിട്ട് നമുക്ക് 2 രീതിയിൽ കഴിക്കാം. ഇത് ഞാൻ കുറച്ചുകൂടെ ഒക്കെ വെള്ളം നീട്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം രാവിലെ വെറും വയറ്റിൽ കഴിക്കാറുണ്ട്. ഇനി വെറും വയറ്റിൽ കഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നല്ല തന്നെയാണ് കേട്ടോ. ഇനി അതല്ല, നിങ്ങൾക്കിത് ഡെയിലി ഉണ്ടാക്കിയെടുക്കാൻ മടിയാണ്, ഇന്നിങ്ങനെ അരച്ചെടുക്കാൻ മടിയാണ്, അങ്ങനെയൊക്കെയുള്ളവർക്ക് ഇതുപോലെ ഐസ് ക്യൂബായിട്ട് സ്റ്റോർ ചെയ്തും വെക്കാം. ഇതുപോലെ കഴിക്കാമല്ലോ കേട്ടോ. ഞങ്ങൾ പൊതുവേ ഞാനും വീട്ടിലുള്ളവരൊക്കെ കഴിക്കാറുണ്ട്. ഇപ്പോൾ ഒരു 2 വീക്സ് ആയിട്ട് ഞാൻ കണ്ടിന്യൂ ആയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ ഇതുപോലെ ഐസ് ക്യൂബായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കും. ഇനി നമുക്കിത് സിബ്ലോക്ക് കവറിലേക്ക് നന്നായിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം കേട്ടോ. ഒരു 2 വീക്കൊക്കെ വരെ നമുക്കിതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഐസ് ക്യൂബ്സ് എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ഡയല്യൂട്ട് ചെയ്ത് കഴിക്കാവുന്നതുമാണ്. എനിക്കൊന്നും കൂടെ ഇഷ്ടം, ഞാൻ കുറച്ചുകൂടെ വെള്ളത്തിൽ അടിച്ച് ഒരു ജ്യൂസ് പോലെ ആക്കി അതങ്ങനെ ഒരു ഗ്ലാസ് കുടിക്കാറാണ് കേട്ടോ. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ അത്യാവശ്യം വെള്ളം കുടിക്കുന്നവരും ആയിരിക്കണം. കാരണം ഡെയിലി നമ്മൾ നെല്ലിക്ക എടുക്കുമ്പോൾ അത്യാവശ്യം വെള്ളം കുടിക്കണം. കാരണം വിറ്റമിൻ സി ആണ് നമ്മുടെ നെല്ലിക്ക വന്നിട്ട്. ഇത് നമ്മൾ ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം കൂടെ ഉള്ളത് കാരണം നമുക്ക് നമ്മുടെ ദഹന പ്രശ്നങ്ങൾ കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നല്ല ഹെയർ ലോസ് നന്നായിട്ട് നമുക്ക് കുറയാൻ വേണ്ടിയിട്ട്, ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, സ്കിൻ നല്ല ഗ്ലോ ആയിട്ട് നല്ല ബ്രൈറ്റനപ്പ് ചെയ്യാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത് യൂസ്ഫുൾ ആയോ ഇല്ലയെന്ന് കൂടെ പറയാം കേട്ടോ. ഇത് കുടിക്കാൻ ഒരു ചവർപ്പോ കയ്പൊന്നുമില്ല, നല്ല ടേസ്റ്റായിട്ട് കുടിക്കാവുന്നതാണ് കേട്ടോ. അതല്ലാണ്ട് നമുക്കൊരു കഷായം കുടിക്കുന്ന ഫീലൊന്നും ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.